ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് വന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് കംപ്ലയിൻസുകൾ, ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്ക് ഉണ്ട്, റിയർ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ മാറണം, പിന്നെ ജനറൽ സർവീസ് ഫ്രണ്ട് ഇൻഡിക്കേറ്റർ റീപ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ റിയർ ലെഫ്റ്റ് സൈഡ് ബാക്ക് മാറ്റേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ചെയിൻ ബ്രേക്ക് ചെക്ക് ചെയ്യണം, സ്പീഡോമീറ്ററിൻ്റെ ട്രിപ്പ് മീറ്ററിൻ്റെ ബട്ടൺ സ്റ്റക്ക് ഉണ്ട്, അത് മാറ്റണം, മൺഗാർഡ് ചെക്ക് ചെയ്യാം, ഡിസ്ക് ബ്രേക്ക്, റിയർ ബ്രേക്ക്, ഇതൊക്കെ ചെക്കപ്പ്, ബാക്ക് ബ്രേക്ക് സൗണ്ടും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി എൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തോറി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്, അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ബാക്കിലത്തെ ടയറൊക്കെ പുതിയ ടയറാണ്, ബെയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബിന് ചെറിയൊരു തേമാനമുണ്ട്, തൽക്കാലം നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം. ചെയിൻ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്, ചെയിൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ബാക്കിലത്തെ വീലിനെ അപേക്ഷിച്ച് ഫ്രണ്ടിലത്തെ വീലിലേക്ക് വരുമ്പോഴത്തേക്കും സ്പോക്കറ്റിൻ്റെ ലെങ്ത് ആ പല്ലുകളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പല്ല് ഒടിഞ്ഞു പോയേക്കണതാണ്. ഈ രണ്ട് പല്ലുകളൊക്കെ ഒടിഞ്ഞു പോയേക്കാം. ഈ പല്ലിന് നീട്ടം കൂടുതലുണ്ട്, ഇവിടേക്ക് വരുമ്പോൾ നീട്ടം കുറഞ്ഞു, കാരണം അത്രയും ഡാമേജ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് എന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം. സ്പോക്കറ്റ് മാറ്റുമ്പോൾ ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് കൂടി നമുക്ക് കൂട്ടത്തിൽ മാറ്റി വിടണം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. എയർ ഫിൽറ്ററൊക്കെ മാറ്റേണ്ട ടൈമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമുക്ക് എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു നനവ്, മൈന്യൂട്ടായിട്ടുള്ളൊരു നനവാണ് ഇത് നമ്മൾ കാണുന്നത് കേട്ടോ. അത് നോക്കുമ്പോൾ ഇവിടെ മാത്രമല്ല, എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തും ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കേജും കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തൽക്കാലം നമ്മളത് തൊടാതിരിക്കണം നല്ലത്. കാരണം നമുക്ക് വലിയ താമസിച്ചാണ്ടെങ്കിൽ എഞ്ചിൻ കംപ്രഷൻ ലീക്ക് ഉള്ളതുകൊണ്ട് ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം വാൽവിനകത്ത് കരി കയറി വരികയും വാൽവ് ഗൈഡ് കംപ്ലയിൻ്റ് ആയിട്ട് പ്രോബ്ലംസ്, കംപ്രഷൻ ലീക്കായി പോകുന്ന ഒരു പ്രോബ്ലം നിലവിൽ വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ അതെന്തായാലും ചെയ്യണ കൂട്ടത്തിൽ കൂടെ നമ്മൾ അതിന് വേണ്ടി അഴിക്കുമ്പോൾ ഈ പറഞ്ഞ ഗ്യാസ്കറ്റുകൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിനുവേണ്ടി ഇപ്പോഴേ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്ക് പുറമേ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഈ ഹെഡ് കവർ ഗ്യാസ്കറ്റ് മാത്രമാണ്, പക്ഷേ അതിനുള്ള ലീക്കേജ് ആണെങ്കിൽ അത് നമുക്ക് കാണുന്നില്ല കേട്ടോ. അതിനേക്കാളും ഈ സെൻട്രൽ ഗ്യാസ്കറ്റ് കുറച്ചും കൂടി ലീക്ക് കാണുന്നുണ്ട്. അത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഹെഡ് മൊത്തത്തിൽ അഴിക്കണം. അതെൻ്റെ അഭിപ്രായത്തിൽ ആ എഞ്ചിൻ ഹെഡ് നമ്മളത് റെഡിയാക്കാനായിട്ട് അഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഗ്യാസ്കറ്റുകൾ മാറ്റണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ കാർബറേറ്ററിൻ്റെ ഈ മാൻഹോൾഡിലേക്ക് വരുന്നത് ഈ ഒരു പൈപ്പ് ഇവിടെ ഒരു പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം കേട്ടോ, കാരണം അത് ഈ കട എയർ വലിച്ചുള്ളിലേക്ക് കയറുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ടയർ അത്യാവശ്യം പുതിയ ടയർ അടക്കണം. ഫ്രണ്ട് ഷോക്കിൻ്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല. കോൺസെപ്റ്റ് ആയാലും വേറെ കംപ്ലയിൻറ്റ് കാണുന്നില്ല കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അയച്ചാൽ, ബ്രേക്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അഴിച്ച് ചെയ്യണം. അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ് കിടക്കണേ. ഓയിൽ ചെക്കപ്പിൻ്റെ ദിവസം പറഞ്ഞത് ഓയിൽ ചേഞ്ച് ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, നല്ല ഓയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. സ്പാർക്ക് പ്ലഗ് ആയാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. സ്പാർക്ക് പ്ലഗ് നമുക്ക് എയർ ഫിൽറ്റർ എന്തെങ്കിലും മാറ്റാനായിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ പ്ലഗ് കൂടി മാറ്റിക്കളയാം കേട്ടോ. ഇപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ പ്ലഗും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്, കാരണം തൽക്കാലം ഇപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം. അപ്പോൾ ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് മാറിപ്പോകും. കാരണം ഞാൻ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ട് പ്ലഗ് പഴയ തന്നെ ഇടുകയാണെങ്കിൽ ശരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ഫയറിങ് കറക്റ്റായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ശരിക്കും അത് രണ്ടും കൂടിയിട്ട് ഓരോ 10,000 കിലോമീറ്ററിലാണ് മാറ്റേണ്ടി വരിക. അതായത് എയർ ഫിൽറ്ററും പ്ലഗും ഒരേ ടൈമിൽ മാറ്റണം. അത് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് ചെയ്യേണ്ടി വന്നത് കേട്ടോ. പിന്നെ അതേപോലെ എൻ്റെ ഇൻഡിക്കേറ്ററുകൾ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ ആയാലും ബാക്കിലത്തെ ആയാലും ഇൻഡിക്കേറ്ററുകളുടെ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ചെയിൻ സ്പോക്കറ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണം കേട്ടോ, കാരണം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനപ്പോൾ ഫ്രണ്ടിലത്തെ മൺഗാർഡ് ബ്രാക്കറ്റൊക്കെ ചെറിയ ലൂസായിട്ട് സൗണ്ട് ഉണ്ട്, അപ്പോൾ അതും കൂട്ടത്തിൽ കൂടെ ഉൾപ്പെടുത്തിയേക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ, കാരണം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.